രാജ്യ തലസ്ഥാനത്തേക്ക് പോയ ഡൽഹിയിൽ നിന്ന് ധനസുമോദ് ചേരുന്നുണ്ട്. ധനസുമോദ്, അതായത് ഗോദയിൽ പടയാളികൾ തയ്യാറായി കഴിഞ്ഞു. ഇനി മത്സര കാഹളം മുഴങ്ങിയാൽ മാത്രം മതി. അത് എന്നാണ് അറിയേണ്ടത്. മാർച്ച് 2ാം വാരം എന്നുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം അല്ലേ? ഇപ്പോൾ സാധാരണ മാർച്ച് 9, 10 തീയതികളിലാണ് ഇതുവരെ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടിരുന്നത്. അത് പക്ഷേ ഇതിപ്പോൾ കുറച്ചുകൂടി നീണ്ടുപോയി. ഒരു 12നും 15നും ഇടയിലുള്ള ഒരു സമയത്ത് തന്നെ പ്രഖ്യാപനം നടത്താം എന്നാണ് കരുതുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പുകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് വീണ്ടും മാവോയിസ്റ്റ് ആക്രമണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഏറ്റവും സുരക്ഷിതമായും സുതാര്യമായും തെരഞ്ഞെടുപ്പ് നടത്താൻ കുറച്ചുകൂടി സമയം, അതായത് ഒരാഴ്ചയെങ്കിലും സാധാരണ പ്രഖ്യാപിക്കുന്നതിനേക്കാളും നീണ്ടു പോകും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും അവസാന ഘട്ട സീറ്റ് വിഭജനവും സീറ്റ് ധാരണയുമാണ് ഇവിടുത്തെ മുന്നണികൾ, രണ്ട് മുന്നണികളും BJP മുന്നണിയും ഇന്ത്യ മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം BJPയുടെ ആണെങ്കിൽ ഏകദേശം പൂർത്തിയായെങ്കിൽ പോലും ആന്ധ്രയിൽ TDP ആയിട്ടുള്ള ഒരു അവസാന ഘട്ട ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. TDP ഒരു 7 സീറ്റുകൾ മാത്രമാണ് BJPക്ക് നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പോരാ എന്ന തലത്തിലാണ് BJP നിലപാടെടുത്തിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഇതിനകം തന്നെ DMKയും മഹാരാഷ്ട്ര NCPയുമായി ശിവസേന എന്നീ പാർട്ടികളുമായിട്ടുള്ള ഒരു സീറ്റ് ധാരണയാണ് ഇനിയും എത്താത്തത്. മഹാരാഷ്ട്രയിൽ 9 സീറ്റിലാണ് ഒരു തർക്കം തുടരുന്നത്. അത് വരും ദിവസത്തിനുള്ളിൽ തന്നെ പരിഹരിച്ച് തീർക്കും എന്ന് തന്നെയാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചു നേരം മുമ്പ് തന്നെയായിരുന്നു KC വേണുഗോപാലുമായി മീഡിയ വൺ സംസാരിച്ചത്. ആ സമയത്ത് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. കാര്യം ഒരു രാജ്യസഭയിൽ ഇനി 2 വർഷം കാലാവധി ബാക്കിയിരിക്കുമ്പോഴാണ് അദ്ദേഹം വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ആലപ്പുഴയിൽ ജയിച്ചാൽ ഉറപ്പായും പിന്നെ രാജ്യസഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു BJP അംഗമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു BJP അംഗത്തിന് ഒരു രാജ്യസഭയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടാണോ നിങ്ങൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു കാലഘട്ടത്തിൻ്റെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. കാര്യം പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത് ലോക്സഭയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ സീറ്റുകളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആലപ്പുഴ ലോക്സഭയിൽ നിന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ തന്നെ 39 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ 16 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. ബാക്കി ഛത്തീസ്ഗഡ്, സിക്കിം, ത്രിപുര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കർണാടക ഉൾപ്പെടെ കർണാടകയുടെ 6 സീറ്റുകൾ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഉൾപ്പെടെ നടത്തുന്നത് 11ാം തീയതിയാണ്. ഏതായാലും പാർട്ടികളെല്ലാം ഒരു വിസിലടി ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെല്ലാം മത്സരത്തിന് തയ്യാറായിരിക്കുകയാണ്. അവസാന വട്ട ഒരു കൂട്ടലും കിഴിക്കലും തന്നെയാണ് ഓരോ പാർട്ടി ഓഫീസുകളിലും ന്യൂഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഓരോ പാർട്ടി ഓഫീസിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ BJP OBC കേന്ദ്രീകരിച്ചിട്ടാണ് കോൺഗ്രസും ഉൾപ്പെടെയുള്ളവ BJP ആക്രമിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു OBC അനുകൂല രാഷ്ട്രീയം ഒന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രാദേശിക പാർട്ടികളുടെ വരവിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്ന NDA കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ BJD, TDP, RLD, തിപ്രാമോദ ഇവരെയൊക്കെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുകയാണല്ലോ. ഇപ്പോൾ ഡൽഹിയിലെ ഒരു പത്രക്കാർക്കിടയിൽ പറയുന്നൊരു തമാശയുണ്ട്. ഇപ്പോൾ BJP ജയിക്കുമെന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസമില്ലാത്തത് നരേന്ദ്രമോദിക്ക് മാത്രമാണെന്ന്. കാര്യം ഈ ഹിമാചൽ പ്രദേശിലെ ഈ അവസാന ഘട്ടത്തെ ക്രോസ് വോട്ടിംഗ് നടത്തി രാജ്യസഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ എടുക്കുക. കാര്യം അമിതമായ ഇത്തരത്തിലുള്ളൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ക്രോസ് വോട്ടിംഗ് നടത്തി MP-മാരെ കൂട്ടേണ്ട കാര്യമില്ല. മാത്രമല്ല ചെറിയ പാർട്ടികളെങ്കിലായാൽ പോലും BJP അവർ പിടിക്കേണ്ട കാര്യമില്ല. മറ്റ് പ്രതിപക്ഷ പാർട്ടിയിൽ നേതാക്കന്മാരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഇങ്ങനെ വേട്ടയാടേണ്ട കാര്യമില്ല. ആ പാർട്ടി പിളർത്താനുള്ള ശ്രമം നടത്താനുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ BJP പുറമേ കാണിക്കുന്ന ഈ ഒരു ബഹളത്തിന് ഉപരിയായി അവർക്ക് ഉള്ളിലൊരു നെഞ്ചിടിപ്പുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇതുപോലെ ഒരു BJD അല്ലെങ്കിൽ TDP മറ്റു പാർട്ടികളെയൊക്കെ ഒരു അകറ്റി നിർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു വല്യേട്ടൻ എന്നൊരു മനോഭാവത്തിൽ തന്നെയായിരുന്നു BJP പ്രവർത്തിച്ചിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏത് ചെറിയ പാർട്ടി ആയാലും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു സീറ്റ് നൽകിക്കൊണ്ട് ചെറിയ പാർട്ടി
പാർട്ടിയായാലും സമുദായങ്ങൾക്ക് ജാതി മത സമവാക്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ പ്രദേശത്തും ശക്തിയുള്ള അതായത് കോൺഗ്രസിനോട് താല്പര്യം കാണിക്കാത്ത പാർട്ടികളെ എങ്ങനെയായാലും ഒന്ന് അടുപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ഒരു ഇന്ത്യ മുന്നണിയിൽ തന്നെ ഒരു കൂട്ടായ്മ, ഒരു ഒറ്റ സ്ഥാനാർത്ഥി എന്ന തലത്തിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. TMC ആ തരത്തിലേക്കുള്ള ഒരു സംയുക്ത സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അഭിഷേക് ബാനർജിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നു. TMC ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഫറൂഖ് അബ്ദുള്ള അവിടെ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും ഒറ്റ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനും വീണ്ടും ED പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ തരത്തിലുള്ള ഒരു ചെറിയ പാർട്ടികളെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ശ്രമം തന്നെയാണ് രണ്ട് മുന്നണികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്ക് ഇപ്പോഴും ഇലക്ഷൻ ഒരു അമിതമായ ഒരു ആത്മവിശ്വാസമില്ല എന്ന് തന്നെയാണ് ഈ നീക്കങ്ങൾ തെളിയിക്കുന്നത്. ശരി, ധനസ്മൂതാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.